ഇന്നത്തെ എവൻഗേലിയൻ ഭാഗം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരുമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഒരു പിതാവ് തൻ്റെ മക്കളോട് പറയുകയാണ്, മക്കളെ ഇന്ന് തോട്ടത്തിൽ പോകണം. ആദ്യത്തവനോട് പറഞ്ഞു, അവൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. ആദ്യത്തിനോട് പറഞ്ഞു ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ അവൻ പോയി. രണ്ടാമത്തവനോട് പോകാമെന്ന് പറഞ്ഞു, അവൻ പോയില്ല. ഇതാണ് ഇന്നത്തെ തീമായി പറയുന്നത്. പലപ്പോഴും ആധുനിക സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഈ വേദഭായന ഭാഗത്ത് നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നെൻ്റെ ജീവിത സാഹചര്യം നാം ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ്. വെള്ളത്തിൻ്റെ നടുവിലാണ് ജീവിക്കുന്നത്. 2018 ഞങ്ങളുടെ ഇവിടെ വെള്ളം വന്നാലൊക്കെ ഞങ്ങൾ പറയും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അതിനേക്ക് അതിജീവിക്കും, ഞങ്ങൾ അത്രയും കഴിവുള്ളവരാണ്. പക്ഷെ 2018 വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ആരെവിടെ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ പറയുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെയും നമ്മളൊക്കെ ഒത്തിരി വികാസം പ്രാപിച്ചു, ഒരു കുഴപ്പവുമില്ല, എന്ത് രോഗങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ളൊരു ശക്തി ഞങ്ങൾക്കിന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഒരു കോവിഡ് കാലം വന്നപ്പോൾ നാം നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കേരള ദേശം വളരെയധികമായ ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ്. കാടിനോട് പടവെട്ടി അവിടെ കൃഷികൾ ചെയ്ത് ജീവിച്ച നമ്മുടെ പ്രിയ സഹോദരങ്ങൾ എത്രയെന്ന് ഇന്ന് നമ്പർ പോലും അറിയാൻ സാധിക്കാത്ത വിധം അനേകർ മണ്ണിനോട് ചേരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ എത്രയൊക്കെയും വികാസം പ്രാപിച്ച് വിജയം പ്രാപിച്ചു എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നെങ്കിലും അതിൻ്റെ നടുവിൽ ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലുകളായി നമ്മോട് പറയുകയാണ്, മനുഷ്യൻ നീ പരിമിതനാണ്, നിന്റെ പരിമിതികൾ വളരെ വലുതാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ശാന്തമായി ദൈവാനുസരണയോട് ജീവിപ്പാൻ തക്കവണ്ണം ഒരുങ്ങണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നിരന്തരമായി നമുക്കൊക്കെ നൽകുന്നുണ്ട്. ആധുനിക ജീവിതത്തിൽ നമ്മളെല്ലാം നേടിയെന്ന് പറയുമ്പോഴും ഇപ്രകാരമുള്ള ജീവിത സാഹചര്യങ്ങളിൽ വീണ്ടും നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ? 2-3 കാര്യങ്ങളിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി നാം ഓർക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ജീവിതം ഒരു വിളിയും നിയോഗവുമാണ്. ഒരു മെത്രാപ്പോലിത്തയായിട്ടോ ഒരു വൈദികനായിട്ടോ ഒരു മാതാവായിട്ടോ ഒരു പിതാവായിട്ടോ ഒരു സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ എന്ത് നിയോഗമായിക്കൊള്ളട്ടെ, അവയൊക്കെയും ഒരു നിയോഗമാണെന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കണം. മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ പ്രകൃതിയിൽ നാം ജീവിക്കുമ്പോൾ പ്രകൃതിയോടും ചില ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തലോട് നമുക്കുണ്ടാവണം. നമ്മളൊക്കെയും വളരെ വിശുദ്ധി സൂക്ഷിക്കുന്നവരാണ്. നമ്മളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരുങ്ങി നല്ല മിടുമിടുക്കുകളായിട്ടൊക്കെ നമ്മളൊക്കെ യാത്ര ചെയ്യാറുള്ളത്. പക്ഷെ പരിസ്ഥിതിയോട് പ്രകൃതിയോട് നമ്മുടെ സമീപനം നേരെ തിരിച്ചാണ്. നമ്മൾ ഒരുങ്ങി നടക്കുമെങ്കിലും പ്രകൃതി എത്ര അശുദ്ധമാക്കാമോ അതിനൊന്നും നമുക്ക് വലിയ മടിയൊന്നുമില്ല. പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് നമ്മോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ ഓർപ്പിക്കുന്നത്? മനുഷ്യ, നീ ഇല്ലെങ്കിലും ഞാൻ ഇവിടെ ഉണ്ട്, ഞാനില്ലെങ്കിൽ നീ ഇല്ല. പ്രകൃതി ഓർപ്പിക്കുന്ന വലിയൊരു പാഠം അതാണ്. മനുഷ്യ, നീ ഇല്ലെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടാവും, പക്ഷെ ഞാനില്ലെങ്കിൽ നീ ഇല്ല. അതുകൊണ്ട് നിന്റെ വിശ്വസ്തത, നിന്റെ പരിപാലനം ഈ പ്രകൃതിയോട് എപ്പോഴും ഉണ്ടായിരിക്കണം, സഹജീവികളോടും ഉണ്ടായിരിക്കണം. ഇത് മറന്നു പോകരുതാത്തൊരു സത്യമാണ്. ഇന്ന് എല്ലാവരും വിജയികളാകുവാൻ വേണ്ടി ഒത്തിരി പ്രയത്നിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർത്തിരിക്കണേ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിജയികളാകുവാൻ വേണ്ടിയല്ല, വിശ്വസ്തരാകുവാൻ വേണ്ടിയാണ്. മറന്നു പോകരുത്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിജയികളാകുവാൻ വേണ്ടിയല്ല, വിശ്വസ്തരാകുവാൻ വേണ്ടിയാണ്. വിജയികളാകുവാൻ ധാരാളം വഴികൾ നേടാം. അനേക വഴികൾ നമ്മൾ അനുദിന ജീവിതയാത്രയിൽ കാണുന്നുമുണ്ട്. അതിന്റെ പരിണത ഫലങ്ങൾ അനുദിന ജീവിതയാത്രയിൽ നാം അറിയുന്നുമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടുന്നത്, പ്രകൃതിയോടും മനുഷ്യരോടും ദൈവത്തോടും വിശ്വസ്തയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഒന്നാമതായി ഒരുക്കണം. കാരണം എന്റെയും നിങ്ങളുടെയും ജീവിതം ഒരു നിയോഗമാണ്, ഒരു വിളിയാണ്. വിശ്വസ്തയോടെ ജീവിച്ച് ഒരു നാളിൽ ഈ മണ്ണിൽ നിന്ന് യാത്രയാകേണ്ടവരാണെന്നൊരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ. രണ്ടാമതായി, ബന്ധങ്ങളിലൂടെ ഒരു ജീവിതം നമുക്കുണ്ടാവണം, അല്ലെ? ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ഈ വികാസം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരിക ഉള്ള സത്യം പറയാമല്ലോ. ബന്ധങ്ങളിൽ വളരെയധികമായ അകൽച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു.
അതിനുശേഷം അണുകുടുംബങ്ങൾ, ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു, ഫ്ലാറ്റിലേക്കൊക്കെ മാറ്റപ്പെട്ടു. അങ്ങനെ മാതാവും പിതാവും ഒരു മകനോ അല്ല ഒരു മകളോ രണ്ട് മക്കളോ ഒക്കെ ആയിട്ട് ഒരു കുടുംബജീവിതത്തിലൂടെ കടന്നു വന്നു. പക്ഷെ ഇന്ന് ഒരു വീട്ടിൽ 4 മുറികൾ ഉണ്ടെങ്കിൽ അപ്പൻ ഒരു സ്ഥലത്തിരുന്ന് ഫോണിലായിരിക്കും, അമ്മ ഒരു സ്ഥലത്തിരുന്ന് മറ്റൊരു ഫോണിലായിരിക്കും, മക്കൾ രണ്ടുപേരും അവരുടെ മുറിയിലിരുന്ന് അവരുടെ ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ ബന്ധങ്ങളില്ലാത്തൊരു ലോക ജീവിത കാലഘട്ടങ്ങളിലേക്ക് കടന്നു വരുന്നു. ഒരു സത്യം നിങ്ങൾക്ക് അറിയാമോ? വിദേശങ്ങൾക്ക് പാശ്ചാത്യ രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കൗൺസിലിങ്ങിന് പോകുന്ന ആളുകളുടെ സംഖ്യ വളരെ വലുതാണ്. നമ്മളൊന്നും അറിയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. കൗൺസിലിങ്ങിന് പോകുന്ന കാരണം ആരെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് കേൾക്കുവാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കൗൺസിലിങ്ങിന് പോകുന്ന അനേകരുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം കുടുംബത്തിൽ സംസാരമില്ല, കുടുംബത്തിൽ പ്രാർത്ഥനയില്ല എന്നുള്ളത് കുറെ കാലം കൊണ്ട് നഷ്ടമാകുന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പിന്നാലെ കുടുംബങ്ങളിൽ സംസാരമില്ല, വ്യക്തികൾ തമ്മിലുള്ള സംസാരങ്ങളില്ല, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളും കുറഞ്ഞു വരുന്നൊരു കാലഘട്ടങ്ങളിൽ ഈ ബന്ധങ്ങളിലേക്ക് തിരികെ വരും. ഈ വയനാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ഇന്നുവരെയും ആ വയനാടൻ മേഖല അല്ലെ കിഴക്കൻ മേഖല എങ്ങനെ താങ്ങി നിർത്തി? മലയിടിച്ചിലൊന്നും ഉണ്ടാകാതെ താങ്ങി നിർത്തിയതിന്റെ കാരണം മരങ്ങൾ തമ്മിൽ വേരുകൾ കൊണ്ട് ഈ മണ്ണിനെ താങ്ങി നിർത്തിയിരുന്നു. മനുഷ്യൻ വലിയ മന്ദിരങ്ങളൊക്കെ പണിതു, വലിയ വീടുകളൊക്കെ പണിതു. നേരത്തെ കൊച്ചു കുടിലുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വലിയ മണിമന്ദിരങ്ങൾക്ക് പണിതു. അതിന് കിഴക്കൻ മേഖലകളിൽ പോയി ഉള്ള മരങ്ങളെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വന്ന് വലിയ മണിമാടുകൾ പണിതു, ഫർണിച്ചറുകളെല്ലാം പണിതു കൂട്ടി. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. എന്താ? ഈ മണ്ണിനെ താങ്ങി നിർത്തിയിരുന്നത് ഈ മരങ്ങളായിരുന്നു, അതിന്റെ വേരുകളായിരുന്നു. ആ വേരുകളെ മുറിച്ചു കഴിഞ്ഞപ്പോൾ മണ്ണിടിച്ച് തകർന്നു വന്ന് ഒലിച്ചിലായി വന്ന് മനുഷ്യ ജീവിതത്തെ അപകടകരമാക്കി തീർക്കുന്ന ഒരു കാലഘട്ടം. ഇത് മനുഷ്യന്റെയും പ്രകൃതിയുടെ മാത്രമല്ല, മനുഷ്യ ജീവിതത്തിലും ഇത് തന്നെയാണ്. കുടുംബ ജീവിതങ്ങളിലേക്ക് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാത്ത കൊണ്ട് സാധിക്കും. എന്ത് ബന്ധങ്ങളില്ലാത്ത ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ബന്ധങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ കുടുംബ ജീവിതം തകർന്നു പോകും. കുടുംബ ബന്ധങ്ങളില്ല എങ്കിൽ കുടുംബമായ അനുഗ്രഹകരമായ ഒരു ജീവിതം, സമാധാനപൂർണമായ ഒരു ജീവിതം സാധിക്കാതെ വരുന്നൊരു യാഥാർത്ഥ്യം ഉണ്ടാവും. ലോകത്തിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും നോക്കിയാൽ മതി. ബന്ധങ്ങളുടെ അകൽച്ച വളരെ വലുതാണ് എന്ന് നമുക്കൊക്കെയും ബോധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഓർക്കേണ്ടത്, ലഭിച്ചിരിക്കുന്ന ജീവിതം ഇത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഞാനും നിങ്ങളും കേവലം മാനുഷികമായ പരിമിതികളുള്ളവരാണ്. ദൈവം തന്നിരിക്കുന്ന കൃപകൾ മാത്രമാണ് നമ്മുടെ ജീവിതം. ഓരോ പ്രഭാതവും ദൈവം നന്മകൾ ചെയ്ത് നല്ലവരായി ജീവിപ്പാൻ തക്കോണം നൽകുന്ന കൃപകളാണെന്ന് ഓർത്തുകൊള്ളണം. ഓരോ ദിനവും ഓരോ ശ്വാസവും ലഭിച്ചിരിക്കുന്ന കൃപകളും പദവികളും അനുഗ്രഹങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും ആരോഗ്യവും ഒക്കെയും ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അവിടെ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടുള്ളതല്ല. ദൈവത്തിന്റെ കൃപ മാത്രമാണ്. എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണെന്നൊരു ബോധ്യത്തോടുകൂടി ദൈവത്തിൽ സമർപ്പിതമായി ജീവിക്കാൻ, വിനയത്തോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി ജീവിപ്പാൻ തക്കോണം സാധിക്കുമ്പോൾ അവിടെ അനുഗ്രഹകരമായ ജീവിതം നയിക്കാൻ തക്കൊണ്ട് സാധിക്കും. അഹങ്കാരത്തോടെ തലയുയർത്തുന്ന ഒരു സമൂഹമായി മാറ്റപ്പെടാൻ ഒരിക്കലും ഇടവരാതെ, എന്റെ തമ്പുരാനെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ മാത്രമാണെന്ന് ഭൂതമായ ബോധ്യത്തോട് ജീവിപ്പാൻ തക്കൊണ്ട് സാധിക്കട്ടെ. ഒരു സെയിന്റ് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ഐ ആം നത്തിങ്, ഐ ഹാവ് നത്തിങ്, ഐ കാൻ ഡു നത്തിങ്, ഐ ആം വാട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നിനും കഴിയുകയില്ല, ഒരൊന്നും പ്രാപ്തിയില്ല, ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവകൃപയാൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പിതാക്കന്മാരുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു തലമുറ കാട്ടിത്തന്ന നല്ല പാഠങ്ങൾ മറന്നു പോകാതെ വിശ്വസ്തയോടും സൗമ്യതയോടുകൂടി ദൈവസ്ഥലിൽ തലകളെ വണക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു വാക്യം കൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കട്ടെ. മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിയെ നമുക്കറിയാം. നമ്മുടെ ഭദ്രാസനത്തിന്റെ മുൻ മെത്രാപ്പോലിത്തയും കൂടിയായിരുന്നു. തിരുമേനിയുടെ ഓട്ടോബയോഗ്രഫി, ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തിരുമേനി പറഞ്ഞു, എല്ലാവരോടും ചോദിച്ചു, ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫിക്ക് എന്താ പേര് കൊടുക്കേണ്ടുന്നത്? അനേകരോട് ചോദിച്ചു, പേജുകൾ നിറച്ച് പേരുകൾ എഴുതി വെച്ചു. അനേകരോട് ഒത്തിരി പേരുകളൊക്കെ എഴുതി വെച്ചു. അതിനുശേഷം ഒരു ദിവസം രാത്രി ഞാൻ തിരുമേനിയുടെ കൂടെ ഉണ്ട്. തിരുമേനി വന്നിട്ട് പറയുകയാണ്, അച്ചോ
ഞാൻ എൻ്റെ ജീവചരിത്രത്തിന് ഒരു പേര് കൊടുത്തു. ഞാൻ ചോദിച്ചു, തിരുമേനി എന്താ പേര്? അതിൻ്റെ പേര് ദൈവകൃപ. ഈ ബർണബാസ് പത്രോച്ചൻ ആരാണ് അച്ചോ? ഒന്നുമല്ല, 37-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിതനായി. അതിനുശേഷം അനേക രോഗങ്ങളിലൂടെ കടന്നുപോയൊരു പിതാവാണ് ഞാൻ. ഇന്ന് എന്തായിരിക്കുന്നുവോ ആ ദൈവകൃപയാൽ മാത്രമാണ്. അതുകൊണ്ട് വലിയ പേരുകളൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ജീവചരിത്രത്തിന് ദൈവകൃപ എന്നൊരു പേര് മാത്രം മതി എന്ന് പറഞ്ഞ ആ പിതാക്കന്മാരെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിലും ഓരോ നിമിഷവും നമ്മുടെ വാക്കുകൾ, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവകൃപ മാത്രമാണ്. ഞാനെന്നോ എന്റേതെന്നോ എന്റെ കഴിവെന്നോ എന്റെ പ്രാപ്തിയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ചയുടെ തുടക്കമാണ് എന്ന് അവിടെ ഓർത്തുകൊണ്ടേ ജീവിക്കണം. അതുകൊണ്ട് ദൈവകൃപ മാത്രമാണ് നമ്മുടെ ജീവിതം. ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പിതാവാം ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളെ പിതാവേ ഞാൻ അനുസരിക്കും എന്ന് പറയുന്ന, അതനുസരിക്കുന്ന മക്കളായി അനുഗ്രഹിക്കപ്പെട്ടവരെ ജീവിപ്പാൻ എല്ലാവരെയും ദൈവം നമ്പുരാൻ ഒരുക്കട്ടെ. പ്രകൃതി നൽകുന്ന, തലമുറകൾ നൽകുന്ന നല്ല പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അനുഗ്രഹകരമായി ജീവിപ്പാൻ തമ്പുരാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവം നമ്പുരാൻ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.